ഒരു ബ്രാൻഡിനെ സംബന്ധിച്ചോളം അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അതിന്റെ പേരും ലോഗോ. അപ്പൊ നമ്മളിപ്പോ ഫെലോക്ക് ഇടാനുള്ള കാരണം എന്താണെന്നും അതിന് പ്രത്യേകം എന്തെങ്കിലും അർത്ഥം ഉണ്ടോന്നും ആ ലോഗോന്റെ മീനിങ് എന്താണെന്നൊക്കെ ഒരുപാട് മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായി. അപ്പൊ ആ ഒരു ബ്രാൻഡ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത്, എങ്ങനെയാണ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു എന്താ പറയുക പ്ലാനിങ്ങിലേക്ക് എത്തിയെന്നുള്ളതൊക്കെ കുറെ ആൾ ചോദിച്ചിട്ടുണ്ടായി. അപ്പം ഇതിന്റെ സ്റ്റാർട്ടിങ് മുതലേ കൂടെ ഉള്ളവർ തന്നെ അതിനെ പറ്റി പറയട്ടെ. ഹലോ, ഹായ്. നമ്മൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് പിന്നെ ഷെബീറിനെ ആക്ച്വലി ഞാൻ പ്ലസ് ടുവിലാണ് ആദ്യമായിട്ട് കാണും. പ്ലസ് 1 പ്ലസ് 2 ഒരേ ക്ലാസ്സിലൊന്നും അല്ലെങ്കിലും അടുത്തടുത്ത ക്ലാസ്സിൽ. അപ്പോൾ ഒരു ഹൈ ബൈ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഷാബിർ പിന്നെ നമ്മൾ LKG മുതൽ ഏകദേശം 10ാം ക്ലാസ് വരെ പ്ലസ് 1 ഒരാഴ്ച ഉണ്ടായിരുന്നു. ഒരാഴ്ച പിന്നെ ട്രാൻസ്ഫർ ആയി. അപ്പോൾ ഏകദേശം LKG മുതൽ 10ാം ക്ലാസ് വരെ നമ്മൾ ഒരുമിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നു. കോളേജിൽ ഒന്നിച്ച് പഠിച്ചത്. സമീർ നേരത്തെ പറഞ്ഞ പോലെ പ്ലസ് 2 സ്കൂൾ നമ്മളെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ക്ലാസ്സായി. ഷെബീർ കളിക്കുകയും ചെയ്യും, ക്ലാസ്സിൽ ഇരിക്കൂല, എന്നാണ്ടാവും മാർക്കും ഉണ്ടാവും. ഇവന്റെ പേര് നടന്ന എല്ലാവരും ഫെയിൽ ആവും ചെയ്യും. അപ്പം അതാണ് നമ്മൾ തമ്മിലുള്ള കണക്ഷൻ. അതായത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ എപ്പോഴും ഇതന്നെയായിരുന്നു, എന്തെങ്കിലും ബിസിനസ് ചെയ്യണം, ഇതാക്കണം എന്നില്ല ഒരു ഭയങ്കര രസം. ഒന്നും ചെയ്യൊന്നുമില്ല, ഇങ്ങനെ കുറെ പ്ലാൻ ചെയ്യും. പിന്നെ ഇങ്ങനെ അവിടെ ഇത് തുടങ്ങാം, ഇവിടെ അത് തുടങ്ങാം. അപ്പൊ അറിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകും. അതോടെ ചായക്കട തുടങ്ങണമെന്നുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒന്നും നടന്നിട്ടൊന്നുമില്ല. ജോലി സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഞാൻ ഓഫ് കോഴ്സ് IT ആണല്ലോ. അപ്പോൾ IT-യിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ 1-2 ഐഡിയാസൊക്കെ വർക്കൗട്ട് ചെയ്യാൻ നോക്കി, അതൊന്നും ഈ പറഞ്ഞ പോലെ ട്രാക്കിലേക്ക് എത്തിയില്ല. അപ്പോൾ പിന്നെ ഇടയ്ക്ക് ഫ്രീലാൻസ് വർക്കൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ട്രൈ ചെയ്തു. പക്ഷെ IT-യിലും ഈ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലായതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ട്രാക്കിലേക്ക് എത്താൻ പണിയാണ്. അപ്പോൾ അങ്ങനെ പലതും ഇങ്ങനെ ട്രൈ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഞാനും ഷാബറും നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യലുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്തോ കാരണം കൊണ്ട് അത് കണക്റ്റായി. നമുക്ക് എന്തായാലും ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് എത്തിയത്. നേരത്തെ പറഞ്ഞ നമ്മൾ പഠിച്ചത് തന്നെ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ബിസിനസ്സാണ്, MBA അങ്ങനെയൊക്കെ പഠിച്ചത്. ജോലിയിൽ കയറാതെ പഠിച്ച കാര്യങ്ങൾ നമ്മളെ ഒരു റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് എന്തായി, ഞാൻ ആ സമയത്ത് UK-യിലാണ്, എൻ്റെ ഹയർ സ്റ്റഡിക്ക് UK-യിലാണ്. ആ സമയത്ത് പിന്നെ സ്വന്തം നാട്ടിൽ, നമ്മൾ ജനിച്ചു വന്ന നാട്ടിൽ, എല്ലാവരും നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് സെറ്റിലാൻ നോക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ച് സ്വന്തം നാട്ടിൽ എന്തെങ്കിലും തുടങ്ങാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ നാട്ടിൽ വന്നിട്ട് അങ്ങനെയാണ് നമ്മൾ അൽഹംദുലില്ലാഹ് ഈ ഫെലോക്ക് എന്നുള്ള ഒരു ഇതിലേക്ക് ഇപ്പം എത്തിയിട്ടുള്ളത്. ഇങ്ങനെ രണ്ടാളും ബിസിനസ് തുടങ്ങണമെന്നുള്ള ആഗ്രഹവും അതിതെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു കോമൺ ഫ്രണ്ട് ഷാബിർ. അതായത് ഇവർ രണ്ടാളും എന്നെ വിളിക്കും, ഷെബീർ എന്നെ വിളിക്കും, ഷെമീർ എന്നെ വിളിക്കും. അപ്പോൾ ഞാൻ അങ്ങോട്ടോട്ട് സംസാരിക്കും. പക്ഷെ നമ്മൾ മൂന്നാൾ തമ്മിൽ സിങ്ക് ആക്കിയിട്ടില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഉണ്ട്, ഇവർ തമ്മിൽ ഒത്തിട്ടില്ലെങ്കിലോ എന്നുള്ളൊരു പേടി കൂടെ എൻ്റെ മൈൻഡിലുണ്ട്. കാരണം അറിയാം, ഇവർ പരിചയം ഉണ്ടെന്ന് അറിയാം, പക്ഷെ എൻ്റെ അത്ര ഡീപ്പ് കണക്ഷൻ ആയിട്ടുണ്ടോ എന്നൊക്കെ അറിയില്ലല്ലോ. അങ്ങനെ ഞാൻ ഒരു ദിവസം വിളിച്ചിട്ട് നമുക്ക് മീറ്റ് ചെയ്യാത്ത എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് അന്ന് ഇങ്ങനെ നമ്മൾ മൂന്നാൾ ഒന്നിച്ച് കണ്ടു. പക്ഷെ അൽഹംദുലില്ലാഹ് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ വല്ലതും ക്ലിക്കായി. നമ്മൾ പെണ്ണാണ് പോകുന്നതൊക്കെ മൂന്നാളും ബിസിനസ് തുടങ്ങണം എന്നുള്ള ആഗ്രഹം ആടെയാണ്. അപ്പൊ എങ്ങനെ ഫെലോക്കിലേക്ക് എത്തി? ഫെലോക്ക് എന്നുള്ള പേരെങ്ങനെ വന്ന്? ആ ലോകം എന്തെന്ന്? ഫെലോക്ക് എന്നുള്ള പേര് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഞാൻ ഷാബിറും ഒരു ദിവസം രാത്രി ഫോണിൽ ഇങ്ങനെ, അതായത് ഒന്നുമില്ല, നമുക്കൊരു പേര് ഇടണമെന്നില്ല, എന്തിടണമെന്ന് അറിയില്ല, ഒരു ബ്രാൻഡ് നെയിം ആണല്ലോ, എന്നാൽ അതൊരു ക്യാച്ചിങ് ആവും വേണം. അപ്പോൾ നമ്മളിങ്ങനെ കുറേ പേരിലിങ്ങനെ ചാറ്റ് GPT അടിച്ചു നോക്കി, പക്ഷെ അതൊന്നും നമുക്ക് പറയുമ്പോൾ രസമില്ല. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതിപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ല അതിൻ്റെ ഗുണം ഉണ്ടാവുക, എല്ലാവർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാർക്കൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ബേസിക്കലി അതൊരു നമ്മളെല്ലാവരും ഒന്ന് എംപവർ ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ ഈ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തോന്നാം പിന്നെ അങ്ങനെ തന്നെ പേരിടാം. അപ്പം ഫോർ ദ എംപവർമെന്റ് ഓഫ് ലോക്കൽ എന്നുള്ള മീനിങ് ആണ് അല്ലെങ്കിൽ അതിൽ നിന്നാണ് ഈ ഫെലോക്ക് എന്നുള്ള പേര് വരുന്നത്. പക്ഷെ അതിന് ഓൾമോസ്റ്റ് ഒരു 2-3 മണിക്കൂർ എടുത്തിട്ടാ ഇതിങ്ങനെ ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച് നോക്കി ലാസ്റ്റ് പിന്നെ ഫെലോക്ക് എത്തി. അപ്പൊ പറയുമ്പോൾ രസമില്ല. അപ്പൊ പിന്നെ ഷെമീർ പറഞ്ഞു, എടാ അത് ഏത് ബ്രാൻഡ് നെയിം ആയാലും ആദ്യം കേൾക്കുമ്പോൾ ഒരു ഇതുണ്ടാവില്ല, പക്ഷെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടാവുമ്പോൾ അതൊരു രസമാകുന്നില്ല. പിന്നെ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് അല്ല ആദ്യം ചെയ്തെന്ത് പറയാം, നമ്മൾ എന്തായാലും ഒരു നമ്പർ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരാൾക്ക് ബിസിനസ് നമ്പർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ എൻ്റെ പേര് ഷെമീർ ഫെലോക്ക്, ഷെബീർ ഫെലോക്ക്. അപ്പൊ എന്തായി, അഫ്കോഴ്സ് ആ പേരായിട്ട് നമ്മൾ യൂസ്ഡ് ആയി. ലോഗോ ബേസിക്കലി ഈ ഒരു തീം വെച്ചിട്ട് നമ്മള് ലോഗോ എന്നിട്ട് ഒരു വാഹി വന്നിട്ടുണ്ടായിരുന്നു, ജുമയിലായിരുന്നു. അല്ല അന്ന് ലോഗോ ഷെമീർ പറഞ്ഞ കൺസെപ്റ്റ് ഡിസൈനറായിട്ട് പറഞ്ഞു. അപ്പം പുള്ളി ഒരു ഡിസൈൻ അയച്ചു, ഒരു കമ്മ്യൂണിറ്റി ഡ്രിവൺ 4 ഹാൻഡ്സ് എന്നുള്ള രീതിയിൽ, ഒരു കൂട്ടായ്മ രീതിയിലാണ് ആ ലോഗോന്റെ രീതി. നമ്മൾ പേരും ലോഗോവും ഫൈനലൈസ് ചെയ്തതിനു ശേഷം നമ്മൾ ആദ്യം ഇനീഷ്യലി നമ്മൾ ട്രൈ ചെയ്തത് ഒരു കോസ്മെറ്റിക്, അതായത് നമ്മൾ സോപ്പ്, ഹെയർ ഓയിൽ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് നമ്മളൊന്ന് ട്രൈ ചെയ്ത്.
അത് നമ്മൾ ആക്ച്വലി റിസർച്ച് ചെയ്ത് നമ്മൾ ട്രയൽ ചെയ്ത് മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ആദ്യം ഈ സോപ്പും ഹെയർ ഓയിലൊക്കെ ഇറക്കുന്ന സമയത്ത് നമുക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ല ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ട്. അപ്പോൾ അതൊരു ട്രയൽ പോലെ ആയിരുന്നു. അപ്പോഴും നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള ഒരു ബീഫ് പിക്കിളും പ്രോൺസ് പിക്കിളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ഒരു ക്വാളിറ്റി അതിന് കിട്ടിയില്ല. അപ്പൊ ഞാൻ ഈ ഒരു ഫെലോക്കിലേക്ക് വരുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ ഇവര് കുറെ നാളുകളായി ട്രൈ ചെയ്തോണ്ടല്ലേ ഉണ്ട്. അതിന് ശേഷമാണ് ഞാൻ വരുന്നത്. അപ്പൊ എന്നെ എങ്ങനെയാ വിളിച്ചത്? ഞാൻ എങ്ങനെ എന്നെ പറ്റി എങ്ങനെ ചിന്ത വന്നത്? അതായത് നമ്മൾ ഫെലോക്കിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒരു ആഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ടൈമിൽ പിന്നെ ഈ വീഗനായിട്ടുള്ള കുറച്ച് കണ്ടന്റ് ഉണ്ടല്ലോ, കുറേ കണ്ടന്റ് ആയിട്ട്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ കമൻറ്റ് ഇട്ടു, അതായത് നമ്മൾ ഫെലോക്കിൻ്റെ പേജിൽ നിന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ആ കമന്റ് പറയണേ, അതെന്താ വെച്ചല്ലേ, ഒരാളവിടെ കിടന്ന് മറ്റേ പശുവിനല്ലേ, പശുവിനെ ഇങ്ങനെ തടവിക്കൊണ്ട് പറയുന്നത് இந்த മുഖത്തെ പാത്ത് എപ്പോഴും നിങ്ങൾക്ക് സാപ്പിടാൻ മുടിയും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോന്റെ അടിയിലുണ്ട് ഫെലോക്കിന്റെ പേജിൽ നിന്ന് ഒരു കമന്റ്, അതെ സാപ്പിട മുടിയാത്, ആർക്കെങ്കിലും ബീഫ് പിക്കിൾ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. എനിക്ക് ആ കമന്റ് ഭയങ്കര, അപ്പൊ ഞാൻ മെസ്സേജ് അത് ശരി, അതിന്റെ ഇടയിൽ കൂടി ബിസിനസ്, എനിക്ക് അത് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോൾ ജുമയിൽ അതിനകത്തൊരു കമന്റ് ഇട്ടു, എനിക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ബിസിനസ് എന്നുള്ള രീതിയിൽ ഫെലോക്കിൻ്റെ പേജിൽ അയച്ചു. അപ്പോൾ പിന്നെ ഞാൻ മെസ്സേജ് അയച്ചു. പിന്നെ ഞാൻ അന്ന് ആ ജുമയിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ആ വീഡിയോ ഇടയ്ക്കപ്പം കാണാറുണ്ടായിരുന്നു. അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒഫീഷ്യലി ഇങ്ങനെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ എനിക്ക് ഫെലോക്ക് അറിയുന്നത് എൻ്റെ ഒരു കസിന്റെ ഫ്രണ്ട്സ് ആണ്. ഓൾറെഡി ഞാൻ അത് സ്റ്റോറിൽ കണ്ടിരുന്നു, മറ്റേ ആദ്യം ലോഞ്ച് ചെയ്ത ഫോട്ടോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല, നമ്മുടെ നാട്ടിൽ ഇത് തുടങ്ങുമ്പോൾ എന്തായാലും എനിക്കും അതാണല്ലോ ആഗ്രഹം, എന്തെങ്കിലും ചെയ്യണമെന്നില്ല ആ ഒരു സ്വപ്നത്തോടെ നടക്കുമ്പോൾ അത് ഞാൻ അന്തരം കണ്ടിട്ടുണ്ടായി. പിന്നെ ഇവരെന്നെ പ്രൊമോഷൻ ചെയ്യാൻ വിളിച്ചാൽ ഞാൻ വിദ്യയും കൂടി ആ ഗിവ് അവേ പ്രൊമോഷൻ വീഡിയോ അടിപൊളിയായി ചെയ്ത്. അതിനുശേഷം ഇതിലേക്ക് വിളിക്കാതെ എങ്ങനെ വന്നത്? ആക്ച്വലി ഞാനാണ് ജുമൈല നമ്മൾ ഫെലോക്കിലേക്ക് കൊണ്ടുവരാനൊരു മീഡിയേറ്റർ ആയിരുന്നു. കാരണം പിന്നെ ഇങ്ങനെ ജുമൈല നമ്മളെ ആ ഒരു ബ്ലോഗിങ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ പിന്നെ ഇപ്പോഴാണ് മനസ്സിലായത് ജുമൈല ഇന്നൊരു പ്രൊഫഷനിലാണ് വരുന്നത്. നമ്മളാണെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു സർട്ടിഫൈഡ് പ്രൊഫഷണൽസ് ഒന്നും അല്ല. നമ്മൾ എല്ലാവർക്കും കുറച്ച് നോളജ് ഉണ്ട്. ഇപ്പം ഷാബിർ റെസ്റ്റോറൻറ്റ് ബിസിനസ് ഉണ്ടായതുകൊണ്ട് കുറച്ചുകൂടി ധാരണയുണ്ട്. എനിക്കൊന്നും അത്രയും ധാരണയില്ല. അപ്പം നമ്മളെപ്പോഴും പറയും, നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് നല്ല ധാരണയിൽ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നേനെ എന്ന് പറയുന്നുണ്ട്. കുറച്ചുകൂടെ ആധികാരികമായി പറയണമെങ്കിൽ നീ തേടുന്നത് എന്തോ അത് നിന്റെയും തേടുന്നത് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചിട്ട് അത് ശരി വള്ളിയാക്കി. അപ്പൊ ഇങ്ങനെ ഷെബീറിന് അങ്ങനെ ഒരു തോട്ട് വന്ന് ഇപ്പൊ ജുമയിലും കൂടി നമ്മുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ജുമയില എന്ന് വെച്ചാൽ അതുപോലെ ഒരാൾ ഇപ്പൊ ഫുഡ് ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതല്ലേ എന്നുള്ളൊരു തോട്ട് വന്നു. അതിൽ പേര് വന്ന ഒരാള് അതല്ല, ഞാൻ നമ്മളെ ഓൺലൈൻ ഒരു ഫ്രണ്ടിന്റെ കസിനായിട്ട് ജുമൈല പരിചയമുണ്ട്. അപ്പോൾ ജുമൈല ഓൾറെഡി ഒരു ദിൽഷാദിന്റെ കസിൻ അപ്പോഴാണ് ഞാൻ ജുമൈലായിട്ട് ഒരു പ്രപ്പോസൽ നമ്മളിലേക്ക് ജൂണിൽ 4ാമത് ഒരാളായിട്ട് ജുമൈലാനെ നാലാമത്തെ കൈയായിട്ട് ജുമൈലാനെ നമ്മളെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. അങ്ങനെ ജുമൈലായിട്ട് നമ്മൾ ഒരുപാട് സംസാരിച്ച് ജുമൈനെ കുറച്ച് ടൈം ചോദിച്ചു നമ്മളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ജുമൈലാനെ കുറിച്ച് പഠിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പ്രപ്പോസൽ വെച്ച് ജുമൈല നമ്മളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം അങ്ങനെ എന്തായാലും നമ്മൾ ജോയിൻ ചെയ്തിട്ട് നമ്മൾ ജുമയിലായിട്ട് ആദ്യം മീറ്റ് ചെയ്തപ്പോൾ നമ്മളിപ്പോൾ ഷെബീർ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ജുമയിലായിട്ട് ഒരു കണക്ഷൻ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത് പിന്നെ ഞാൻ ഷാറും കൂടി ഒഫീഷ്യലായിട്ട് മീറ്റ് ചെയ്യും. അപ്പോൾ മീറ്റ് ചെയ്യുമ്പോഴും നമ്മളെല്ലാ കാര്യങ്ങളും ജുമയിലയുടെ അടുത്ത് ഉള്ളതുപോലെ തുറന്നു പറഞ്ഞു. ജുമയില ആ കാര്യങ്ങൾ ജുമയില എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എല്ലാം ജുമയിലും പറഞ്ഞു. അപ്പം നമുക്ക് തോന്നി ഓക്കെ നമ്മളൊരു സെയിം പ്രോസസ് ആണ്, അത് ഡെയിലിട്ടാൻ തോന്നിയപ്പോൾ പിന്നെ ഈസിയായ കാര്യങ്ങൾ. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ഈ ഒരു ഫെലോക്ക് ഇടുന്നത്. ഇനി നമ്മുടെ നമുക്ക് വരാൻ പോകുന്ന ഒരുപാട് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിംഗ് എന്നുള്ളത് നമ്മുടെ പീനട്ട് ബട്ടറിന്റെ ലോഞ്ച് ആണ്. അതിപ്പോ എവിടെ വരെ എത്തി എന്നുള്ളത് ഒന്ന് പറയാനുണ്ട്. അപ്പോൾ ബേസിക്കലി അങ്ങനെ നമ്മളെ പേരായി, അതേപോലെ ലോഗോയി, ലോഗോ നമ്മൾ ഉദ്ദേശിച്ച ടീമിലേക്കൊക്കെ വന്നു. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മളതിന് പ്രൊഡക്റ്റ് ഇറക്കണമല്ലോ. നമുക്കാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ട് യാതൊരു എക്സ്പീരിയൻസും ഇല്ല. നമ്മൾ അതിനൊരു സ്റ്റഡി പീരീഡ് ആയിട്ട് ഞാൻ കണക്കാക്കിയത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ആദ്യം സോപ്പ്, ഹെയർ ഓയിൽ അങ്ങനെയൊക്കെ, അതേപോലെ നമ്മുടേതായ ആദ്യത്തെ ഒരു വേർഷൻ എന്ന് പറയുകയാണെങ്കിൽ ബീഫ് പിക്കിളും പ്രോൺസ് പിക്കിളൊക്കെ. അപ്പോൾ അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിലുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു പ്രൊഡക്റ്റ്, പുതിയൊരു പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കുമ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം, അതൊക്കെ അതിൻ്റെ ഡിസൈനിങ്ങും എന്താ പറയുക, അത് ലോഞ്ച് ചെയ്ത് അതിൻ്റെ സെയിൽസും മാർക്കറ്റിങ്ങും അതൊക്കെ കുറച്ച് മനസ്സിലായി, കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഐഡിയ കിട്ടി. അപ്പോൾ അതിനുശേഷമാണ് നമ്മളെ ഒഫീഷ്യലി നമ്മൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹണി ബീഫ് പിക്കിൾ. അത് ഹണി വേർഷൻ കൊണ്ടുവന്നത് ഷാബിറാണ്. അപ്പോൾ ബീഫ് പിക്കിള് നമുക്കിങ്ങനെ നമ്മുടെ പേര് പോലെ തന്നെ നമ്മൾ എംപവർമെന്റ് ഓഫ് ലോക്കൽ എന്നാണല്ലോ പറയുന്നത്. അപ്പം ലോക്കലി ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ പാരമ്പര്യമുള്ള ഒരാളെടുത്ത് നിന്ന് ബീഫ് പിക്കിൾ എടുത്ത്
അതിൻ്റെ ഒരു ഹണി വേർഷൻ ഉണ്ടാക്കി വീണ്ടും അതിൻ്റെതായ ഒരു പുതിയ ഡിസൈനൊക്കെ കൊണ്ടുവന്ന് ഒരു പുതിയ പ്രൊഡക്റ്റ് ഒഫീഷ്യലി പുതിയ പ്രൊഡക്റ്റ് ഹണി ബീഫ് പിക്കിൾ അങ്ങനെയാണ് ലോഞ്ച് ആവുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ അതിൻ്റെ ഹോട്ട് വേർഷൻ കൊണ്ടുവന്നു. കാരണം എല്ലാവർക്കും ഹണി ഇഷ്ടപ്പെടുന്നില്ല. ചില ആൾക്കാർക്ക് ഓക്കെ, ചില ആൾക്കാർക്ക് ഓക്കെ അല്ല. ഈ ഹണി ബീഫ് പിക്കിൾ ഇറക്കുമ്പോൾ ടെൻഷൻ ഉണ്ട്, ഇത് ആൾക്കാർ ഇങ്ങനെ എടുക്കുന്നില്ല ഹണി ബീഫ്. ഓഫ് കോഴ്സ്. പക്ഷേ അഗെയിൻ നമ്മൾ വിചാരിച്ചു നമ്മൾ ഫെയിലിയർ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വീണ്ടും പഠിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുക. അപ്പോൾ എന്ത് തന്നെ ആയാലും സക്സസ് ആയാലും ഫെയിലർ ആയാലും നമ്മൾ ചെയ്യുന്ന രീതിയിൽ അങ്ങ് ചെയ്തു. അപ്പോൾ ഹണി ബീഫ് പിക്കിൾ ഇറക്കിയപ്പോൾ കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടി. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് വേർഷൻ ഹോട്ട് ബീഫ് പിക്കിൾ ഇറക്കി. അപ്പോൾ അത് രണ്ട് മാർക്കറ്റിൽ ഒന്ന് എന്താ പറയുക, ആൾക്കാർക്ക് ഒരു വേർഷൻ അല്ലെങ്കിൽ മറ്റൊരു വേർഷൻ ഇഷ്ടപ്പെട്ട് തുടങ്ങി. ആ ഒരു സമയത്താണ്, ആ ഒരു ലോഞ്ചിങ് ആ ഒരു പീരീഡിലാണ് ജുമൈലായിട്ടുള്ള കണക്ഷൻ വരുന്നത്. ബീഫ് പിക്കിളൊക്കെ ഇറക്കി അതൊന്ന് മാർക്കറ്റിലൊന്ന് ചെറിയ രീതിയിൽ മൂവായി തുടങ്ങുന്ന സമയത്താണ് നമ്മളൊരു രണ്ടാമതൊരു പ്രൊഡക്റ്റ് ഇറക്കാമെന്നുള്ളൊരു ഉദ്ദേശമുള്ളത്. അത് നമ്മൾ ഒരുപാട് ചിന്തിച്ച് ട്രയൽ ചെയ്തിട്ടാണ് നമ്മൾ പീനട്ട് ബട്ടർ ലോഞ്ച് ചെയ്യാമെന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത്. സോ ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് പീനട്ട് ബട്ടർ ഉണ്ട്, ഒരുപാട് ബ്രാൻഡുകളുണ്ട്. സോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു യൂണീക്കായിട്ട് എല്ലാ പീനട്ട് ബട്ടറും ആഡഡ് ഷുഗറാണ്. സോ അതിൽ നമുക്ക് കുറച്ചും കൂടി ഈ പീനട്ട് ബട്ടർ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഹെൽത്ത് ഫോക്കസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. സോ നമ്മളതിന് കുറച്ച് ബാക്കിയുള്ള പ്രൊഡക്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആഡഡ് ഷുഗർ ഇല്ലാണ്ട് അതിലൊരു ഹണി സ്വീറ്റൻ വിത്ത് ഹണി. ആഡഡ് ഷുഗർ ഇല്ലാതെ വേറെ പ്രൊഡക്ട്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഹണി പീനട്ട് ബട്ടർ, അതായത് അതിനും വ്യത്യസ്തമായിട്ട് ആഡഡ് ഷുഗർ ഇല്ല, പക്ഷെ നമുക്ക് ആ ഒരു സ്വീറ്റ്നെസ് വേണം, കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വേണം. അപ്പോൾ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണ് ജുമൈല നമ്മളുടെ ജോയിൻ ചെയ്തത്. പിന്നീട് നമ്മളെന്തായി നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ജുമൈലാക്ക് നമ്മൾ ആ ഒരു എന്താ പറയുക കൈമാറി ജുമൈലാക്ക് ഏൽപ്പിച്ചപ്പോൾ അല്ലെങ്കിലും നമ്മൾ ഈ എന്താ പറയുക 2 ആഴ്ച കഴിഞ്ഞ് ലോഞ്ച് ചെയ്യാനിരിക്കുന്ന പീനട്ട് ബട്ടർ ആ കൺസിസ്റ്റൻസിയിലേക്കും ആ ഒരു ഫോമിലേക്കും മാറ്റിയെടുത്തതിൻ്റെ മെയിൻ ഒരു ക്രെഡിറ്റ് ജുമൈലാക്കാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ജുമൈല നിങ്ങളോട് പറയും. ഇനിയിപ്പോ മറ്റേ ഇതാണ് സംഭവം ആകെ മാറി. അങ്ങനെ ഞാൻ ഇവരോട് ജോയിൻ ചെയ്ത് അപ്പൊ ഓൾറെഡി അവിടെ എന്താ പറയാ ഈ പീനട്ട് ബട്ടറിന്റെ മെഷീൻ ഉണ്ട്. എത്രയോ 60 കിലോ എങ്ങാനും ട്രയൽ ചെയ്ത് നോക്കിയല്ലേ. എന്നിട്ട് കുറെ സാമ്പിളൊക്കെ കൊടുത്ത് അവർക്ക് ഫീഡ്ബാക്ക് ഒക്കെ എടുത്തിട്ട് പിന്നെയും ട്രയൽ ചെയ്തിട്ടാണ് ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തിയത്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം എന്റെ വീഡിയോ കാണുന്നവർക്കറിയാം എനിക്ക് പീനട്ട് ബട്ടർ ഇഷ്ടമല്ല. എനിക്ക് അതിന്റെ ആ ഒരു സ്മെല്ലും ആ ഒരു എന്താ ഓയിലിന്റെ ആ ഒരു ഇതെല്ലാം വരും. എനിക്കത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇവരിങ്ങനെ ട്രയൽ ചെയ്യുന്നതൊക്കെ ടേസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ മസാല എന്തോ എല്ലാവരെയും പോലെയല്ല, ആ ഒരു ഓയിലിന്റെ ആ ഒരു സ്മെല്ലോ ആ ഒരു ഇതൊന്നും ഇല്ല. പിന്നെ ഹണി വേരിയന്റ് കൂടി ആകുമ്പോൾ അത് വേറെ തന്നെ ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് കേട്ടോ, ഇതെങ്ങനെയെങ്കിലും എല്ലാവരും അറിയിക്കണത്, എല്ലാവരും ടേസ്റ്റ് ചെയ്യണത്, എല്ലാവർക്കും കിട്ടണം എന്നില്ല. എന്തായാലും ഒരു ഹെൽത്തി സാധനം തന്നെയാണ്. എന്തായാലും ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് വാങ്ങി ടേസ്റ്റ് ചെയ്ത് അതിന്റെ സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഇത് ഇറക്കുന്നത്. അപ്പം എന്താ പറയുക പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മാക്സിമം നമ്മൾ എന്താ പറയുക ഹണിയും പീനട്ടും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും പീനട്ടിന്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും ഉണ്ടാവുക. അപ്പം അതെല്ലാം നോക്കിയിട്ട് അടിപൊളിയായിട്ട് ചെയ്ത് അപ്പം ഇങ്ങനൊരു സാധനം നമ്മൾ ഇറക്കിയിട്ട് എന്താ പറയുക നല്ലൊരു ലോഞ്ച് വെച്ചിട്ട് തന്നെ എല്ലായിടത്തും എത്തിക്കണം, എല്ലാവരും അറിയണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമുക്ക് ലോഞ്ച് വരെ എത്തിയത്. പക്ഷേ ഈ ഒരു കാലയളവ് ഉണ്ടല്ലോ സിമ്പിളല്ല. കാരണം അതിന്റെ ഡിസൈൻ സെറ്റാക്കുക, ഡിസൈനിന്റെ ആ ഒരു നമ്മുടെ ലേബലിന്റെ ആ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യുക എന്നുള്ളത് പോലും ചെറിയ കാര്യമല്ല. അതാ പറയുന്നത് ഒരു മേഖലയിലുള്ളവർ മാത്രമല്ല ഒരു ബിസിനസ്സിൽ വേണ്ടത്. ഇവരെല്ലാവരും ഓരോ രീതിയിലും പല മേഖലയിലും എക്സ്പീരിയൻസ് ഉള്ളവരായതുകൊണ്ട് തന്നെ അതിൽ സിമ്പിളായി നടന്നത്. നമുക്ക് ഓരോ കാര്യം സെലക്ട് ചെയ്യാനായാലും ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിക്കുന്നതായാലും ഓരോ കാര്യം ഇറക്കുന്നതായാലും അങ്ങനെ അലഹമില്ല കുറച്ചുകൂടെ സിമ്പിളായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടില്ലെങ്കിലും ഇപ്പം അലഹമില്ല ലോഞ്ചിങ്ങിന്റെ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഫെലോക്കിന്റെ ജനനം മുതൽ ഈ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. ഇനി ഇൻഷാല്ല ബാക്കി നമ്മുടെ ലോഞ്ചിങ്ങിന്റെ ഡീറ്റെയിൽസ് എല്ലാം വരും ദിവസങ്ങളിൽ നമ്മൾ ഓരോ ട്രെയിലറും ടീസറിലായിട്ട് ഇറക്കുന്നുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യുക, നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫെലോക്കിന്റെ കാര്യങ്ങൾ. ഇനി ചുരുക്കി പറഞ്ഞ ഫെലോക്ക് ഫോർ ദ എംപവർമെന്റ് ഓഫ് ലോക്കൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നുന്നു.